ഡേ, നിനക്കാരോടേലും പ്രേമമുണ്ടോ? പതിവ് ഫോൺ സംഭാഷണത്തിനിടയിലാണ് നമ്മുടെ കെട്ടിയവൻ്റെ ഞെട്ടിപ്പിക്കുന്ന ചോദ്യം. കെട്ടും കഴിഞ്ഞ് 2 കുട്ടികളുമായി. അപ്പോഴാ മൂപ്പരുടെ ഒരു ഒലക്കമേലെ സംശയം. ഇത് കല്യാണത്തിന് മുന്നിൽ ചോദിച്ചിരുന്നതിൽ പൊളിച്ചേനെ. ആ ഉണ്ട്, എന്തേ? ചോദ്യത്തോടുള്ള അമർഷം ഉത്തരത്തിൽ തീർത്ത് നമ്മൾ പ്രതികാരം വീട്ടുമ്പോൾ മറുവശത്തൊരു ചിരിയായിരുന്നു. കൊതിപ്പിക്കല്ലേ മുത്തേ എന്നൊരു മറുപടിയും. അപ്പോഴേക്കും നിങ്ങൾ കൊതിച്ചോ? കൊതിപ്പിച്ചതല്ലിക്ക, നമ്മൾ കാര്യം പറഞ്ഞതാ. വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. എങ്കിൽ ഈ ഇപ്പോൾ തന്നെ അവനോടൊപ്പം പോകാൻ തയ്യാറായിക്കോ. ഞാൻ ഇക്കരെയുള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ് മൂപ്പര് വീണ്ടും ചിരി. വീഡിയോ കോൾ ആയതുകൊണ്ട് മുഖഭാവം വ്യക്തമായി കാണാം. സന്തോഷം കൊണ്ട് അങ്ങേർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അയ്യടാ, അങ്ങനെ ഇപ്പോൾ മോൻ സന്തോഷിക്കണ്ട. ഞാനിനി ഈ ജന്മം നിങ്ങളെ വിട്ട് പോകൂല. ഞാൻ പോയാൽ നിങ്ങൾ വേറെ കെട്ടി സ്വസ്ഥമായി ജീവിക്കാനല്ലേ? ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇനി ഞാൻ മരിച്ചാൽ നിങ്ങളെ വേറെ കെട്ടാൻ സമ്മതിക്കൂല. പ്രേതമായിട്ട് വരും, നോക്കിക്കോ. നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്തായിരുന്നു ആദ്യം മറുപടി കൊടുത്തത്. എന്നാലിപ്പോൾ തക്കതായ ഉത്തരം കൊടുത്തൊന്ന് നെടുവീർപ്പിട്ടപ്പോഴാണ് ഇക്കാൻ്റെ അടുത്ത ഡയലോഗ്. ഓരോരുത്തന്മാരുടെയൊക്കെ ഭാഗ്യം. കാമുകന്മാരോടൊക്കെ ഒളിച്ചോടിപ്പോയ ഭാര്യയെ മറന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കാണുമ്പോൾ ഓനോടൊക്കെ നമുക്ക് അസൂയ തോന്നി പോവുകയാണ്. സ്വസ്ഥത, സമാധാനം എന്നീ വാക്കുകൾക്കൊക്കെ ജീവൻ വെച്ചെന്ന് അവന്മാർ പറയുന്നത്. മൂപ്പൊരു താടിയിലൊക്കെ തടവിക്കൊണ്ട് നമ്മളെ നോക്കി അത് പറഞ്ഞപ്പോൾ ഞമ്മക്ക് ചൊറിഞ്ഞ് കയറി. ഇപ്പം നമ്മളെ കെട്ടിയതുകൊണ്ടാണോ നിങ്ങളെ സ്വസ്ഥതയും സമാധാനവും പോയി കിട്ടിയത്? നമ്മൾ ഒഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് സന്തോഷമാവുമെങ്കിൽ പറഞ്ഞു പൂർത്തിയാക്കാൻ നിൽക്കാതെ നമ്മൾ കരയാൻ തുടങ്ങി. അല്ലോ, എൻ്റെ പൊട്ടിപ്പെണ്ണ്, ഞാൻ പറഞ്ഞത് കാര്യമാക്കിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മുത്തേ. എനിക്കറിയാം എൻ്റെ പെണ്ണിന് ഈ ജന്മമല്ല അടുത്ത ജന്മവും എനിക്കായി മാത്രം ജീവിക്കുന്നവളാണ് നീയെന്ന്. സത്യത്തിൽ നമ്മൾ കരഞ്ഞിട്ടില്ല, ഒന്ന് അഭിനയിച്ചതാ. എന്തായാലും ഇക്കാൻ്റെ നാവിൽ നിന്ന് നല്ല അടാറ് ഡയലോഗ് കേൾക്കാൻ പറ്റി. പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന പരിഭവത്തോടെ ഞാൻ വീണ്ടും സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായത്. ഞാനത് ചുമ്മാ നിന്നെ ചൂടാക്കാൻ പറഞ്ഞതാടി. ഈയിടെയായിട്ട് വാട്സപ്പിൽ തരംഗമായി മാറിയൊരു പെണ്ണുണ്ടല്ലോ, ഭർത്താവിൻ്റെ കഴുത്തറുത്ത് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയവൾ. അവളെക്കുറിച്ചായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും സംസാരം. കെട്ടിയോളുമാരെ വിളിച്ച് എല്ലാ കൂട്ടുകാരും ഈ ചോദ്യം ചോദിച്ച് ചിരിച്ചു മരിക്കുന്നത് കണ്ടപ്പോൾ ഞമ്മക്കൊരു പൂതി, നിന്നോടൊന്ന് ചോദിച്ചാലോ എന്ന്. അതാ ആദ്യം പ്രേമമുണ്ടോയെന്ന് ചോദിച്ചത്. ഇനി അഥവാ പ്രേമമുണ്ടെങ്കിൽ കഴുത്തറുക്കാതെ തന്നെ ഈ പൊക്കിയോ എന്ന് പറയാനും കൂട്ടുകാർ പറഞ്ഞു വിട്ടു. നമ്മൾ തമാശിക്കുമ്പോഴേക്ക് ഈ കാര്യമാക്കി കുളമാക്കി കയ്യിൽ തന്നു. അതും പറഞ്ഞിക്ക ചിരിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ ചേർന്ന് ചിരിക്കാൻ എനിക്ക് തോന്നിയില്ല. പകരം എൻ്റെ ഇക്ക അടക്കമുള്ള ഭർത്താക്കന്മാരോട് സഹതാപമാണ് തോന്നിയത്. ഏതോ ഒരുവൾ ഭർത്താവിനെ കൊന്ന് കാമുകൻ്റെ കൂടെ പോയെന്ന് കരുതി എല്ലാ ഭാര്യമാരും അങ്ങനെ ആവണമെന്നുണ്ടോ? കഴുത്തിൻ്റെ മുകളിൽ കലം വെച്ചുറങ്ങുന്ന ഭർത്താവും അതിനൊരു ക്യാപ്ഷനും വെച്ച് ട്രോൾ ഇറങ്ങി ജനശ്രദ്ധ പിടിച്ചുപറ്റി കയ്യടി നേടിയപ്പോഴും കണ്ണ് നിറഞ്ഞു പോയത് ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല ഭാര്യമാരുടേതുമാണ്. ഇക്ക, ഒരുപക്ഷെ നിങ്ങൾക്കിത് തമാശയായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം നിങ്ങൾ നൽകുന്ന വിവരണവും എല്ലാം ഒരു നോവാണ്. എൻ്റെ പെണ്ണേ, നീ ഇത് കാര്യമാക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ചോദിച്ചതാണെന്ന്. ദേ, നിനക്ക് നോവ് പറ്റിയാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ. തമാശയാണെങ്കിലും ഇനി ഇങ്ങനെ പലതും ചോദിക്കാൻ നിന്നാൽ മറുപടി പറയാൻ ഞാനുണ്ടാവില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഇക്ക, നിങ്ങളറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഭൂമിയിൽ. അവരൊന്നും താരമാകാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വെറും 1.5 മാസം മാത്രമേ അവളുടെ ഭർത്താവിനൊപ്പം സുഖമായി ജീവിച്ചുള്ളൂ. 1 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന വരവിൽ ഉണ്ടായ അപകടം പാതി തളർന്ന ശരീരമായി അവനെ മാറ്റിക്കഴിഞ്ഞിരുന്നു. എന്നിട്ട് പോലും അവൾ ആ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവനിൽ നിന്നൊരു സുഖമോ സന്തോഷമോ അവൾക്ക് കിട്ടിയില്ലെങ്കിലും 5 വർഷത്തോളമായി ഇപ്പോൾ അവൾ കൂടെ തന്നെയുണ്ട്. ഭർത്താവിൻ്റെ സാമീപ്യമെങ്കിലും തനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമെ പുഞ്ചിരിക്കുന്ന ആ പെണ്ണും ഒരു ഭാര്യയാണ്. വൈറലാകാതെ പോയ ഭാര്യ. നീണ്ടൊരു പ്രസംഗത്തിന് തിരികൊളുത്തി നമ്മൾ ഇക്കോനെ ബോറടിപ്പിച്ചപ്പോൾ മൂപ്പര് താടിക്ക് കയ്യും കൊടുത്ത് ഒരേ ഇരിപ്പാണ്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ? ബോറടിച്ചോ നമ്മളെ കഥ കേട്ടിട്ട്? എൻ്റെ പൊന്നോ,
ഇങ്ങനെയൊക്കെ ഈ പറയൂന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം നിന്നോട് ചോദിക്കൂലായിരുന്നു. അതും പറഞ്ഞ് ഇക്ക ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. നിന്നെയൊക്കെ സഹിക്കുന്ന ഞാനാണ് ശരിക്കും വൈറലാകേണ്ടത്. ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ എൻ്റെ പടച്ചോനെ എന്നും പറഞ്ഞ് ഇക്ക കോളും കട്ടാക്കി പോയി. അതും എനിക്കിട്ടൊന്ന് താങ്ങിയിട്ട്. നമ്മളെ പൊക്കുന്ന കാര്യത്തിൽ മൂപ്പര് ബഹുക്കേമന എന്ന് നമുക്ക് പണ്ടേ അറിയാം. താലിയും മഹറും വെറും ലോഹമായി കാണുന്നവർ ആരുടെ കൂടെ വേണമെങ്കിലും ഇറങ്ങിപ്പോവും. സോഷ്യൽ മീഡിയയിൽ അത് കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ആ ലോഹത്തിനകത്ത് കോർത്തു വെച്ചത് 2 പേരുടെയും ഹൃദയമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്കും ഇട്ടെറിഞ്ഞു പോകാൻ പറ്റുന്നതല്ല ദാമ്പത്യ ജീവിതം.